ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മളിന്ന് ഓണത്തിൻ്റെ മാത്രം വിഭവമായ കളിയടയ്ക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ വീടുകളിൽ ഓണത്തിന് മാത്രമേ ഈ കളിയടയ്ക്ക ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ പൊട്ടിപ്പോകാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്വാദിഷ്ടമായ കളിയടയ്ക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. കളിയടയ്ക്ക് ഞാൻ പുഴുക്കലരിയാണ്, 1 കപ്പ് പുഴുക്കലരിക്ക് 1/2 കപ്പ് ഉഴുന്നുപരിപ്പും 1/2 കപ്പ് നാളികേരം ചിരകിയതുമാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 മണി കുരുമുളകും 20 ചെറിയുള്ളി 1/2 ടീസ്പൂൺ നല്ല ജീരകവുമാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഉഴുന്നുപരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളം മറന്നതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയിലിട്ട് 1/2 കപ്പ് ഉഴുന്ന് നന്നായിട്ട് ചുമക്ക വറുത്തെടുക്കുക. വറുത്തതിന് ശേഷം നമുക്ക് അത് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരിക കേട്ടോ. അപ്പോൾ സാധാരണ ചിലർ കളിയടയ്ക്കായ്ക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കാറില്ല, പക്ഷേ ഉഴുന്നുപരിപ്പിന് ഒന്ന് ചേർത്ത് നോക്കി കഴിച്ചു നോക്കണം കേട്ടോ. നല്ല സ്വാദാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഉഴുന്നുപരിപ്പ് ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ല പൗഡറാക്കി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന പുഴുക്കലരിയാണ്. പച്ചരിയെക്കാട്ടിലും എപ്പോഴും ടേസ്റ്റ് നല്ലത് പുഴുക്കലരി മട്ടയരിയൊക്കെയാണ് നമ്മുടെ കളിയടയ്ക്കയ്ക്ക് നല്ലത്. അപ്പോൾ ഇത് ഞാൻ 2 സെക്ഷനായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒരു 1/4 ഗ്ലാസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അങ്ങനെ പിന്നെ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഒന്നിച്ച് നമുക്ക് അരച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് ഒതുക്കി നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വരിക കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുത്താലും മതി. പക്ഷേ ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് അരി എടുക്കുന്നതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിൽ 2 സെക്ഷനായിട്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം വെള്ളം കൂടിപ്പോയാലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഉള്ളിയും നാളികേരം ചേർത്താലൊന്നും ചീത്തയായി പോകില്ല കേട്ടോ. കുറേ നാളിരിക്കും, ഒരു കേടും വരത്തില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ ഒരു ഗുണമുണ്ടെന്ന് വെച്ചാൽ എക്സസ്സായിട്ട് വല്ല ജലാംശം ഉണ്ടെങ്കിൽ തന്നെ ഈ പൊടി ഇട്ട് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. നമ്മൾ സാധാരണ കളിയടയ്ക്ക എടുക്കുന്ന അതേപോലെ തന്നെ ഉരുളകളാക്കി എടുക്കുക. പിന്നെ ഉരുളകളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം ഉരുളകളാക്കി എടുക്കുക. പിന്നെ അപ്പോൾ അത് വിണ്ടു പോകാൻ സാധ്യതയില്ല. പിന്നെ അതേപോലെ തന്നെ വലിയ ഉരുളകളാക്കി എടുക്കരുത്. കാര്യം നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ചിലപ്പം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അകം വേവാതിരിക്കാനും കാരണമാവും. അപ്പോൾ ഒരു മീഡിയം സൈസിൽ ഞാൻ നന്നായിട്ട് എല്ലാം ഉരുളകളാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ കുറേ ബാച്ചായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാലും ഇത് നമ്മൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേ ബാച്ചായിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ. പിന്നെ ആദ്യമേ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചിടാവും. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി അകമൊക്കെ ഒന്ന് വേവാൻ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേണം ബാക്കി നമ്മൾ വറുത്തെടുക്കാൻ. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ നിറം ആവുന്നത് വരെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പതയൊക്കെ, ഈ എണ്ണയുടെ പതയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയമാണ് അതിൻ്റെ കണക്കുണ്ട്. ഇപ്പോൾ അതിലെ പതയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളിയടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരിക്കലും നമ്മളുടെ കളിയടയ്ക്ക പൊട്ടിപ്പോകത്തില്ല. അതേപോലെ നല്ല സ്വാദിഷ്ടമുള്ള കളിയടയ്ക്ക ആയിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.